നമസ്കാരം. ആസാദി നൈറ്റ് എഡിഷനിലേക്ക് ഏവർക്കും സ്വാഗതം. നോക്കാം ഇന്നത്തെ പ്രധാനപ്പെട്ട വാർത്തകൾ. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചത് കർണാടക കോൺഗ്രസ് എന്ന് ആന്റണി. അർബുദബാധിതർക്ക് തണലാകാൻ CCRC. രാജ്യത്തെ വിമാന അറ്റകുറ്റപ്പണികളുടെ ഹബ്ബാക്കി കൊച്ചിയെ മാറ്റും മുഖ്യമന്ത്രി. അപകട മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം. കളം നിറഞ്ഞു, കളിച്ചിട്ടും നിരാശ. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. ആന്ധ്രയിൽ സ്കൂൾ ഭക്ഷ്യവിഷബാധ, 45 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ലണ്ടൻ കിങ്സ് കോളേജുമായി പാർക്കിൻസൺ രോഗ ഗവേഷണത്തിൽ സഹകരണം. UDF കാലത്തെ കൊടിമരക്കൊള്ള വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം. വിശദമായ വാർത്തകളിലേക്ക് കടക്കാം. ശബരിമല സ്വർണ്ണക്കൊള്ള കേസിലെ 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ സോണിയാഗാന്ധിയുടെ വസതിയിൽ എത്തിച്ചതിൽ തനിക്ക് പങ്കില്ലെന്ന് ആന്റണി MP. കർണാടക കോൺഗ്രസ് നേതാക്കളാണ് ഇതിന് സൗകര്യമൊരുക്കിയതെന്ന് അദ്ദേഹം വെളിപ്പെടുത്തി. ഫേസ്ബുക്ക് വീഡിയോയിലൂടെയാണ് MP പ്രതികരണം. തനിക്കെതിരെ ഉന്നയിക്കപ്പെട്ട ആരോപണങ്ങൾ രാഷ്ട്രീയ പ്രേരിതമാണെന്നും ഇതിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും അദ്ദേഹം പറഞ്ഞു. 12 വർഷം മുമ്പ് ഉണ്ണികൃഷ്ണൻ പോറ്റി സോണിയാഗാന്ധിക്കൊപ്പം നിൽക്കുന്ന ചിത്രം ഉയർത്തിക്കാട്ടിയാണ് തനിക്കെതിരെ ആരോപണം ഉന്നയിച്ചത്. എന്നാൽ അന്നത്തെ സന്ദർശനത്തിന് അപ്പോയിന്റ്മെന്റ് എടുത്തു നൽകിയത് കർണാടകയിലെ നേതാക്കളാണെന്ന് അന്വേഷണത്തിൽ വ്യക്തമാക്കിയിട്ടുണ്ടാവും. ശബരിമല തന്ത്രിയുടെ 2.5 കോടി രൂപ തിരുവല്ലയിലെ സ്വകാര്യ ധനകാര്യ സ്ഥാപനത്തിൽ നിന്നും താൻ പിൻവലിച്ചു എന്ന ആരോപണം ആന്റണി നിഷേധിച്ചു. തന്ത്രിക്ക് അവിടെ നിക്ഷേപം ഉണ്ടായിരുന്നില്ലെന്ന് സ്ഥാപന ഉടമ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട്. CPM നേതാവ് KP ഉദയഭാനു ഉന്നയിച്ച സാമ്പത്തിക ആരോപണങ്ങൾ തന്നെ മനഃപൂർവ്വം കരുവാക്കാനായി ഉയർത്തിയതാണെന്നാണ് ആന്റണിയുടെ വാദം. അതേസമയം തന്റെ ആരോപണങ്ങളിൽ ഉറച്ചു നിൽക്കുന്നതായും സത്യം തെളിയുമെന്നും ഉദയഭാനു പ്രതികരിച്ചു. UDF നേതൃത്വത്തിലുള്ള തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ഭരണസമിതി ശബരിമലയിൽ നടത്തിയ കൊടിമരക്കൊള്ളയിൽ വിജിലൻസ് അന്വേഷണം നിർദ്ദേശിച്ച് ഹൈക്കോടതി. 2017 കൊടിമരം മാറ്റി സ്ഥാപിച്ചതിൽ സ്വർണവും പണവും ദുരുപയോഗം ചെയ്തുവെന്ന ദേവസ്വം വിജിലൻസും SITയും സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിച്ചാണ് സംസ്ഥാന വിജിലൻസ് ആൻഡ് ആന്റി കറപ്ഷൻ ബ്യൂറോ ഡയറക്ടറോട് അന്വേഷണത്തിന് ഉത്തരവായത്. കൊടിമരക്കൊള്ളയിൽ 2016 മുതലുള്ള എല്ലാ രേഖകളും വിജിലൻസ് ഡയറക്ടർക്കും കൈമാറാനും ത്വരിത പരിശോധന നടത്തി 30 ദിവസത്തിനകം റിപ്പോർട്ട് സമർപ്പിക്കാനും ജസ്റ്റിസ് വിജയരാഘവൻ, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ച് ഉത്തരവായി. കണ്ടെത്തിയ പൊരുത്തക്കേടുകൾ ഗുരുതരമാണെന്നും ക്രിമിനൽ ദുരുപയോഗം, വിശ്വാസവഞ്ചന, രേഖകളിൽ കൃത്രിമം കാണിക്കൽ തുടങ്ങിയ കുറ്റകൃത്യങ്ങൾ നടന്നിട്ടുണ്ടെന്ന് ദേവസ്വം ചീഫ് വിജിലൻസ് ഓഫീസർ അറിയിച്ചു. 2017 ഭരണസമിതി പ്രസിഡന്റായിരുന്ന അന്തരിച്ച പ്രയാർ ഗോപാലകൃഷ്ണൻ, കോൺഗ്രസ് നേതാവും ബോർഡ് അംഗവുമായ അജയ് തറയിൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കൊടിമരം മാറ്റി സ്ഥാപിച്ചത്. പുതിയ കൊടിമരത്തിനായി വിശ്വാസികൾ സംഭാവന നൽകിയത് സ്വർണം എവിടെയെന്നും പഞ്ചലോഹത്തിൽ നിർമ്മിച്ച വാദ്യവാഹനം തന്ത്രി രാജീവർക്ക് നൽകിയത് എന്തിനെന്നും വിജിലൻസ് അന്വേഷിക്കും. അർബുദത്തിനോട് പൊരുതുന്ന ആയിരക്കണക്കിന് ആളുകൾക്ക് വിശ്വാസ തണലാകുന്ന കൊച്ചിൻ ക്യാൻസർ റിസർച്ച് സെന്ററിന്റെ CCRC പുതിയ കെട്ടിടം മുഖ്യമന്ത്രി പിണറായി വിജയൻ നാടിന് സമർപ്പിച്ചു. ലോകോത്തര അർബുദ ചികിത്സാ സൗകര്യങ്ങളുമായി 449 കോടി രൂപ ചെലവഴിച്ചാണ് കളമശ്ശേരിയിൽ നിർമ്മിച്ച 9 നില കെട്ടിടം നിർമ്മിക്കുന്നത്. മന്ത്രി വീണ ജോർജ് അധ്യക്ഷനായി. മന്ത്രി V രാജീവ് ആമുഖ പ്രഭാഷണം നടത്തി. LDF സർക്കാരിന്റെയും മുഖ്യമന്ത്രി പിണറായി വിജയന്റെയും ഇച്ഛാശക്തിയാണ് പദ്ധതി യാഥാർത്ഥ്യമാക്കിയത്. അർബുദ ചികിത്സയ്ക്ക് മധ്യ കേരളത്തിൽ ഒരു കേന്ദ്രമുണ്ടാകണമെന്നും ആവശ്യം ആദ്യമായി മുന്നോട്ട് വയ്ക്കുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ചെയർമാനും അന്ന് MP ആയിരുന്ന PR രാജീവ് ജനറൽ കൺവീനറുമായിരുന്ന കൊച്ചി നഗര വികസന സമിതിയാണ്. P രാജീവ് രാജ്യസഭയിലും ആവശ്യമുന്നയിച്ചു. ഇന്നത്തെ കേന്ദ്ര സർക്കാരിൽ 8 മലയാളി മന്ത്രിമാരുണ്ടായിട്ടുണ്ടും മന്ത്രിസഭയിൽ രണ്ടാമനായി AK ആന്റണി ഉണ്ടായിരുന്നിട്ടും സെന്ററിനോട് മുഖം തിരിച്ചു. കൃഷ്ണയ്യർ ഉൾപ്പെടെയുള്ളവർ ഇതിനെതിരെ തെരുവിലിറങ്ങി. ജനരോഷം ഭയന്ന് UDF സർക്കാർ 2014 ആഗസ്റ്റ് 19 മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ കല്ലിട്ട് മൂടി. മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി കല്ലിട്ടെങ്കിലും 1 രൂപ പോലും സെന്ററിന് വകയിരുത്തിയില്ല. 2016 LDF സർക്കാർ ചുമതലയേറ്റ ശേഷം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൽ ക്യാൻസർ സെന്റർ IP വിഭാഗം ഉദ്ഘാടനം ചെയ്തു. 2018 കിഫ്ബി വഴി 345 കോടി രൂപ വകയിരുത്തി പദ്ധതി പുനരുജ്ജീവിപ്പിച്ച് മുഖ്യമന്ത്രി പിണറായി വിജയൻ കല്ലിട്ടു. 2021 മന്ത്രിയായ P രാജീവിന്റെ നേതൃത്വത്തിൽ നിർമ്മാണം ത്വരിതഗതിയിലാക്കി.
ആധുനിക നിലവാരത്തോടെ കെട്ടിടവും ഏറ്റവും നൂതന ഉപകരണം യന്ത്ര സംവിധാനങ്ങളും ഒരുക്കി ക്യാൻസർ ഗവേഷണത്തിന് രാജീവ് ഗാന്ധി സെന്റർ ഫോർ ബയോടെക്നോളജിയുമായി ധാരണാപത്രം ഒപ്പുവെച്ചു. സർക്കാർ ഡോക്ടർമാരുൾപ്പെടെ 190 തസ്തികകളും അനുവദിച്ചു. ലണ്ടൻ കിങ്സ് കോളേജുമായി പാർക്കിൻസൺസ് രോഗ ഗവേഷണത്തിൽ സഹകരിക്കുമെന്ന് ആരോഗ്യമന്ത്രി വീണ ജോർജ്. ഡോക്ടർമാർക്ക് അവിടെ ഫെലോഷിപ്പ് പ്രോഗ്രാം സംഘടിപ്പിക്കും. പാർക്കിൻസൺസ് രോഗത്തിൽ ഗവേഷണ സഹകരണങ്ങൾ ശക്തിപ്പെടുത്തുന്നതിന് അന്താരാഷ്ട്ര വാർഷിക സിംപോസിയം കേരളത്തിന് സഹായകരമാകും. യുവ ഗവേഷകർക്ക് പരിശീലന അവസരങ്ങൾ വർദ്ധിപ്പിക്കുന്നതിനും പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള അവബോധവും പ്രചരണവും, പ്രത്യേകിച്ചും മോട്ടോർ ഇതര ലക്ഷണങ്ങളെക്കുറിച്ചുള്ള അവബോധവും പരിചരണവും മെച്ചപ്പെടുത്തുന്നതിലൂടെയും ഈ സിംപോസിയം കേരളത്തിന് ഏറെ സഹായകരമാകും. യുവാക്കളിൽ പാർക്കിൻസൺസ് രോഗം വർദ്ധിച്ചു വരുന്നത് ആശങ്കയുണ്ടാക്കുന്നതാണെന്നും മന്ത്രി പറഞ്ഞു. പാർക്കിൻസൺസ് രോഗത്തെക്കുറിച്ചുള്ള 6ാമത് അന്താരാഷ്ട്ര വാർഷിക സിംപോസിയം 2026 തിരുവനന്തപുരത്ത് ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കിങ്സ് കോളേജ് ഹോസ്പിറ്റൽ സിഇഒ കിംബർലി പെയേഴ്സ് പാർക്കിൻസൺസ് ഡിസീസസ് മോട്ടോർ ഗ്രൂപ്പ് ഔദ്യോഗികമായി ആരംഭിക്കുകയും ലണ്ടനിലെ കിങ്സ് കോളേജും കേരള സർക്കാരും തമ്മിലുള്ള ഗവേഷണ സഹകരണങ്ങൾ വാഗ്ദാനം ചെയ്യുകയും ചെയ്തു. ആരോഗ്യവകുപ്പിന്റെ നേതൃത്വത്തിൽ മെഡിക്കൽ വിദ്യാഭ്യാസ ഡയറക്ടറേറ്റ്, തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂറോളജി വകുപ്പ്, നാഷണൽ ഹെൽത്ത് മിഷൻ, കിങ്സ് കോളേജ് ലണ്ടൻ, കിങ്സ് ജ്ഞാനഅഗ ഇന്റർനാഷണൽ വിസിറ്റിംഗ് ഫെലോഷിപ്പ് പ്രോഗ്രാം പ്രഖ്യാപിക്കുകയും മികച്ച ഡോക്യുമെന്റ് വിതരണത്തിനുള്ള നൂതന സമീപനങ്ങൾ വിശദീകരിക്കുകയും ചെയ്തു. അപകടമരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം. സംസ്ഥാനത്ത് സ്വകാര്യ മേഖലയിലെ 25 ലക്ഷത്തോളം തൊഴിലാളികൾക്ക് രക്ഷാകവചം എന്ന പേരിൽ ആശ്രിത ധനസഹായ പദ്ധതിയുമായി LDF സർക്കാർ. തൊഴിൽ വകുപ്പിന്റെ വേതന സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവർക്കാണ് രക്ഷാകവചം നടപ്പാക്കുന്നത്. തൊഴിലാളികൾക്ക് അപകടമരണം സംഭവിച്ചാൽ 5 ലക്ഷം രൂപ ആശ്രിതർക്ക് നൽകും. രാജ്യത്ത് ആദ്യമായാണ് സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് പരിരക്ഷ ഉറപ്പാക്കുന്നത്. അപകടം സംഭവിച്ചാൽ തൊഴിലാളി നഷ്ടപരിഹാര നിയമപ്രകാരം തൊഴിലുടമ നൽകേണ്ട ആനുകൂല്യങ്ങൾക്ക് പുറമെയാണ് ആശ്രിതർക്ക് സർക്കാർ 5 ലക്ഷം രൂപ ധനസഹായം നൽകുക. അപകടം തൊഴിലിടത്തിന് പുറത്തായാലും സഹായം ലഭിക്കും. പദ്ധതി 10-ന് മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. സ്വകാര്യ മേഖലയിലെ തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭ്യമാക്കുന്നുണ്ടെന്ന് ഉറപ്പുവരുത്താനുള്ള വേതന സുരക്ഷാ പദ്ധതിയുടെ ഭാഗമായി ബാങ്ക് വഴിയാണ് ശമ്പളം നൽകുന്നത്. പദ്ധതി പ്രകാരം ഇതിനായുള്ള IT പ്ലാറ്റ്ഫോമുകൾ തൊഴിൽ സ്ഥാപന വിവരം രജിസ്റ്റർ ചെയ്യും. സമഗ്ര ആരോഗ്യ ഇൻഷുറൻസ് ഏജൻസിയായ ചിയാഗ് വിഭാവനം ചെയ്ത പദ്ധതി തൊഴിൽ വകുപ്പിന്റെ പൂർണ്ണ സഹകരണത്തോടെയാണ് നടപ്പാക്കുന്നത്. പദ്ധതി വിഹിതമായി 150 രൂപ ഓരോ തൊഴിലാളിയിൽ നിന്നും സ്വീകരിക്കും. 2025-26 ബജറ്റിൽ പദ്ധതിക്കായി സംസ്ഥാന സർക്കാർ 30 ലക്ഷം രൂപ വകയിരുത്തിയിട്ടുണ്ട്. കളം നിറഞ്ഞു കളിച്ചിട്ടും സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. എക്സ്ട്രാ ടൈമിൽ നേടിയ ഒരു ഗോളിന്റെ ബലത്തിൽ സർവീസസ് കിരീടമണിഞ്ഞു. 109-ാം മിനിറ്റിൽ അഭിഷേക് പവാർ നേടിയ ഗോളാണ് മത്സരത്തിന്റെ വിധി എഴുതിയത്. കലാശപ്പോരിൽ പട്ടാള കരുത്തരെ വീഴ്ത്താനുള്ള യുദ്ധതന്ത്രങ്ങളുമായി ഇറങ്ങിയ കേരളത്തിന് ഒടുവിൽ എക്സ്ട്രാ ടൈമിൽ പിഴക്കുകയായിരുന്നു. സർവീസസിന്റെ 8ാം കിരീടമാണിത്. 2024 കിരീടം നേടുകയും കഴിഞ്ഞ വർഷം സെമിയിൽ കടക്കുകയും ചെയ്ത സർവീസസ് ഇത്തവണയും ആ മികവ് തുടർന്നു. തുടർച്ചയായ 2ാം വട്ടമാണ് കേരളം സന്തോഷ് ട്രോഫിയിൽ ഫൈനലിൽ തോൽക്കുന്നത്. കഴിഞ്ഞ വർഷം ഹൈദരാബാദിൽ ഫൈനൽ കളിച്ച കേരളത്തെ ഇഞ്ചുറി ടൈമിലെ ഗോളിൽ ബംഗാളാണ് വീഴ്ത്തിയത്. ക്വാർട്ടറിലും സെമിയിലും പുറത്തെടുത്ത ആക്രമണ വീര്യം അതുപോലെ തുടർന്ന കേരളത്തിന് തന്നെയായിരുന്നു മത്സരത്തിൽ ആധിപത്യം. പക്ഷേ ലഭിച്ച മികച്ച അവസരങ്ങൾ മുതലാക്കാൻ സാധിക്കാതെ പോയത് അവർക്ക് തിരിച്ചടിയായി. തുടക്കം തൊട്ട് കളത്തിൽ പന്തടക്കത്തിലുള്ള മുന്നേറ്റത്തിലും കേരളത്തിന്റെ ആധിപത്യമായിരുന്നു. കേരളത്തിന്റെ മുന്നേറ്റങ്ങളെ നന്നായി പ്രതിരോധിച്ച സർവീസസിന്റെ പ്രതിരോധ നിരയും മികവും പുലർത്തി. സർവീസസിന്റെ ഗോൾ കീപ്പർ ഗഗൻദീപിന്റെ മികച്ച സേവുകളാണ് പലപ്പോഴും കേരളത്തിന് വിലങ്ങുതടിയായത്. തുടക്കം തൊട്ട് ആക്രമണത്തിനായി വൈഡ് അറ്റാക്കിംഗ് ഷേപ്പിംഗ് കേരളം സ്വീകരിച്ചത് സർവീസസ് നിരയിൽ അഭിഷേക് പവാറാണ് കേരള പ്രതിരോധത്തെ പലപ്പോഴും പരീക്ഷിച്ചത്. 57-ാം മിനിറ്റിൽ പരിക്കേറ്റ ഷിജിന് പകരം കേരളത്തിന് വിഘ്നേഷിനെ കളത്തിലിറക്കേണ്ടി വന്നു. 85-ാം മിനിറ്റിൽ വിഘ്നേഷിന്റെ ഗോളെന്നുറപ്പിച്ച ഷോട്ടും ഗഗൻദീപ് രക്ഷപ്പെടുത്തി. ഒടുവിൽ 109-ാം മിനിറ്റിൽ ഇടതു വിങ്ങിൽ നിന്നും വന്ന ഒരു ക്രോസാണ് മത്സരത്തിന്റെ ഫലം നിർണയിച്ചത്. കേരള ഗോൾ കീപ്പർ തട്ടിക്കയറ്റിയ പന്ത് നേരത്തെ വീണത് അഭിഷേകിന്റെ കാൽപന്തിന്
പന്ത് വലിയിലെ താരം സർവീസസിന് കിരീടം വിജയം സമ്മാനിച്ചു. പ്രത്യേകത്തിൽ നിന്നും കിട്ടുന്ന അവസരങ്ങൾ ഞൊടിയിടയിൽ ലക്ഷ്യത്തിലെത്തിക്കാനുള്ള അഭിഷേകിന്റെ മികവാണ് നിർണായകമായത്. സന്തോഷ് ട്രോഫിയിൽ കണ്ണൂർ വേരിയസ് തിളക്കം. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ഫൈനലിൽ സർവീസസിനോട് കേരളം ഏകപക്ഷീയമായി ഒരു ഗോളിന് പൊരുതി തോറ്റെങ്കിലും കണ്ണൂരിന്റെ അഭിമാനമായി കേരള ടീമിൽ കണ്ണൂരിന്റെ സ്വന്തം ഫുട്ബോൾ ക്ലബ് കണ്ണൂർ വേരിയസ് FC-യിൽ നിന്നും പരിശീലകനും താരങ്ങളും അനലിസ്റ്റുമടക്കം 8 പേർ. കണ്ണൂർ വേരിയസിന്റെ സഹപരിശീലകൻ ഷെഫീഖ് ഹസൻ സന്തോഷ് ട്രോഫിയിൽ കേരളത്തിന്റെ മുഖ്യ പരിശീലകനായിരുന്നു. തൊട്ടതെല്ലാം പൊന്നാക്കുന്ന ഷെഫീഖിന് ആദ്യമായാണ് ഫൈനലിൽ കാലിടർന്നത്. 2025 38ാമത് ദേശീയ ഗെയിംസിൽ 28 വർഷത്തിനു ശേഷം കേരളത്തെ സ്വർണത്തിലേക്ക് നയിച്ച ഷെഫീഖ് ഹസൻ അതേ വർഷം അണ്ടർ-19 വിഭാഗം സാഫ് കപ്പിൽ കിരീടം നേടിയ ഇന്ത്യൻ ടീമിന്റെ സഹപരിശീലകനായി. സൂപ്പർ ലീഗ് കേരളയുടെ 2ാം സീസണിൽ തൃശൂർ മാജിക്കിനെ പരാജയപ്പെടുത്തി കണ്ണൂർ വേരിയസ് കന്നി-കിരീടം നേടുമ്പോൾ തന്ത്രങ്ങളുമായി സഹപരിശീലക സ്ഥാനത്തും ഷഫീഖ് ഉണ്ടായിരുന്നു. ഗോൾ കീപ്പർ അടക്കം 6 താരങ്ങൾ ടീമിൽ നിർണായകമായി. ഗോൾ കീപ്പർ അൽകേഷ് രാജ് TV, പ്രതിരോധ താരം സന്ദീപ് S, മുഖ്യനിര താരങ്ങളായ അർജുൻ MM, ആസിഫ് OM, അറ്റാക്കിംഗ് താരങ്ങളായ ഷിജിൻ T, മുഹമ്മദ് സിനാൻ AP എന്നിവരാണ് കേരള ടീമിലെ കണ്ണൂർ വേരിയസ് താരങ്ങൾ. 6 താരങ്ങളും മത്സരത്തിൽ കേന്ദ്രത്തിനായി കളത്തിലിറങ്ങി. സന്ദീപ് S, അർജുൻ M എന്നിവർ എല്ലാ മത്സരങ്ങളും കേരളത്തിന് വേണ്ടി കളിച്ചു. സന്ദീപ് 3 അസിസ്റ്റും സ്വന്തമാക്കി. അൽകേഷ് രാജ് 2ഉം ആസിഫ് OM 7ഉം മുഹമ്മദ് സിനാൻ 6ഉം ഷിജിൻ T 5 മത്സരങ്ങൾ കേരളത്തിന് വേണ്ടി കളിച്ചു. സന്തോഷ് ട്രോഫി ഫുട്ബോളിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് കേരള ടീമിൽ വീഡിയോ അനലിസ്റ്റിനെ ഉൾപ്പെടുത്തുന്നത്. കൊച്ചി അന്താരാഷ്ട്ര വിമാനത്താവളത്തെ യാത്രാ കേന്ദ്രം എന്നതിലുപരി ലോക നിലവാരത്തിലുള്ള സമ്പൂർണ്ണ വ്യോമയാന വ്യവസായ കേന്ദ്രമാക്കുകയാണ് ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞു. സിയാലിന്റെ ബൃഹത് പദ്ധതിയായ എയ്റോ പാർക്ക് ഫേസ് 1 ഉദ്ഘാടനം നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യൻ വ്യോമയാന ഭൂപടത്തിൽ കൊച്ചിയെ ഒരു എയർക്രാഫ്റ്റ് മെയിൻ്റനൻസ് ഹബ്ബാക്കി മാറ്റുക എന്നതാണ് ലക്ഷ്യം. വ്യോമയാന പരിശീലന രംഗത്ത് സിയാൽ നടത്തുന്ന മറ്റൊരു വിപ്ലവകരമായ ചുവടുവയ്പ്പാണ് 8 കോടി രൂപ ചെലവ് വരുന്ന ഏവിയേഷൻ പ്രഷർ സെറ്റഡ് ഫയർ ഫൈറ്റിംഗ് ഫെസിലിറ്റി. ഈ സംവിധാനം അപകടകരമായ സാഹചര്യങ്ങളിൽ പ്രവർത്തിക്കുന്നതിന് ജീവനക്കാർക്ക് പരിശീലനം നൽകും. ഇന്ത്യയിൽ ആദ്യമായി വിമാനത്താവളത്തിനുള്ളിൽ അണ്ടർ വാട്ടർ ക്രൂ മെയിൻ്റനൻസ് സൗകര്യം ഒരുക്കുകയാണ്. 3 കോടി രൂപയുടെ നിർമ്മാണ ചെലവിൽ വരുന്ന പദ്ധതി ജലാശയങ്ങൾ ഉണ്ടാകാനിടയുള്ള അപകട സാഹചര്യങ്ങളെ നേരിടാൻ രക്ഷാസേനയെ സജ്ജമാക്കും. സിയാൽ IT പാർക്ക് ഉൾപ്പെടുന്ന എയ്റോ പാർക്ക് 2ാം ഘട്ടം, എയ്റോ സിറ്റി ഉൾപ്പെടുന്ന എയ്റോ പാർക്ക് 3ാം ഘട്ടം കൂടി പൂർത്തിയാക്കുന്നതോടെ സിയാൽ ഒരു സമ്പൂർണ്ണ ഏവിയേഷൻ എക്കോസിസ്റ്റമായി മാറുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല സ്വർണ്ണക്കൊള്ള പ്രതിയെ സോണിയാഗാന്ധിയുടെ വീട്ടിലെത്തിച്ചത് കർണാടക കോൺഗ്രസ് എന്ന് ആന്റണി. അർബുദബാധിതർക്ക് തണലാകാൻ CCRC. രാജ്യത്തെ വിമാന അറ്റകുറ്റപ്പണികളുടെ ഹബ്ബാക്കി കൊച്ചിയെ മാറ്റും മുഖ്യമന്ത്രി. അപകട മരണം സംഭവിച്ചാൽ ആശ്രിതർക്ക് 5 ലക്ഷം രൂപ ധനസഹായം. കളം നിറഞ്ഞു കളിച്ചിട്ടും നിരാശ. സന്തോഷ് ട്രോഫി ഫൈനലിൽ കേരളത്തിന് തോൽവി. ആന്ധ്രയിൽ സ്കൂൾ ഭക്ഷ്യവിഷബാധ, 45 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. ലണ്ടൻ കിങ്സ് കോളേജുമായി പാർക്കിൻസൺ രോഗഗവേഷണത്തിൽ സഹകരണം. UDF കാലത്തെ കൊടിമരക്കൊള്ള വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി നിർദ്ദേശം. ആന്ധ്രയിൽ സ്കൂളിൽ ഭക്ഷ്യവിഷബാധ, 45 വിദ്യാർത്ഥികൾ ആശുപത്രിയിൽ. പോളവരം ജില്ലയിലെ ദേവരപ്പള്ളി ഗവൺമെന്റ് ട്രൈബൽ വെൽഫെയർ ആശ്രമം സ്കൂളിൽ ഭക്ഷ്യവിഷബാധയേറ്റ് 45 വിദ്യാർത്ഥികൾ ആശുപത്രിയിലായി. നിലവിൽ 35 പേർ പ്രാഥമിക ചികിത്സയ്ക്ക് ശേഷം ആശുപത്രി വിട്ടു. 10 വിദ്യാർത്ഥികൾ ഇപ്പോഴും നിരീക്ഷണത്തിലാണ്. കഴിഞ്ഞ ശനിയാഴ്ച സ്കൂളിൽ നിന്നും പകുതി വേവിച്ച വ്രതബാധ ഭക്ഷണം കഴിച്ചതിന് പിന്നാലെ 106 വിദ്യാർത്ഥികൾക്കാണ് ശാരീരിക അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടത്. വിദ്യാർത്ഥികളെ റാംചോദാവരം ഏരിയം ആശുപത്രിയിലും മാടേര ഡിമ്മുലി പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിലും പ്രവേശിപ്പിച്ചിരുന്നു. സംഭവത്തെ തുടർന്ന് ട്രൈബൽ വെൽഫെയർ ഡിപ്പാർട്ട്മെന്റ് ഇൻചാർജ് ഡയറക്ടർ V പ്രസന്ന വെങ്കിടേഷ്, ജോയിന്റ് കളക്ടർ B സ്മരൺ രാജു എന്നിവർ സ്കൂളിലെത്തി പരിശോധന നടത്തി. ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികൾക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ച് ഭക്ഷണത്തിന്റെ ഗുണനിലവാരം വിലയിരുത്തി. സ്കൂളിൽ സുരക്ഷിതമായ കുടിവെള്ളം ഉറപ്പാക്കാനും ശുചിമുറികൾ അറ്റകുറ്റപ്പണി നടത്താനും ഉദ്യോഗസ്ഥർ നിർദ്ദേശം നൽകി. വിലോപം കാട്ടിയ ഡെപ്യൂട്ടി വാർഡനെയും പാചകക്കാരനെയും ഞായറാഴ്ച തന്നെ സസ്പെൻഡ് ചെയ്തിരുന്നു.
സംഭവത്തിൽ വിശദമായ റിപ്പോർട്ട് ഉടൻ സർക്കാരിന് സമർപ്പിക്കുമെന്ന് അധികൃതർ അറിയിച്ചു. SC/ST വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക നിലവാരം മെച്ചപ്പെടുത്തും മന്ത്രി OR കേളു. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് വിവിധ വായ്പകൾ നൽകി അവരുടെ സാമ്പത്തിക സാമൂഹിക നിലവാരം മെച്ചപ്പെടുത്താൻ സംസ്ഥാന സർക്കാർ KCC വഴി നിരവധി പദ്ധതികളാണ് നടപ്പാക്കുന്നത്. പട്ടികജാതി പട്ടികവർഗ പിന്നോക്ക വിഭാഗം ക്ഷേമ വകുപ്പ് മന്ത്രി OR കേളു പറഞ്ഞു. പട്ടികജാതി പട്ടികവർഗ വികസന കോർപ്പറേഷന്റെ തളിപ്പറമ്പ് സബ് ഓഫീസ് ഓൺലൈനായി ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. KSTCUCയുടെ സേവനം എല്ലാ പ്രദേശങ്ങളിലും എത്തിക്കുന്നതിന്റെ ഭാഗമായാണ് സബ് ഓഫീസുകൾ ആരംഭിക്കുന്നതെന്നും ഇതിന്റെ സേവനം ജനങ്ങൾ പരമാവധി പ്രയോജനപ്പെടുത്തണമെന്നും മന്ത്രി പറഞ്ഞു. അക്ഷരോന്നതി പുസ്തകങ്ങൾ കൈമാറി. അക്ഷരോന്നതി പദ്ധതിയുടെ ഭാഗമായി ജില്ലാ സാക്ഷരതാ മിഷൻ സമാഹരിച്ച പുസ്തകങ്ങൾ സാക്ഷരതാ മിഷൻ ജില്ലാ കോർഡിനേറ്റർ ഷാജു ജോൺ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് ജില്ലാ ജോയിന്റ് ഡയറക്ടർ TG അരുണിന് കൈമാറി. പട്ടികജാതി പട്ടികവർഗ ഉന്നതികളിൽ വായന പ്രോത്സാഹിപ്പിക്കുന്നതിനായി തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന പദ്ധതിയാണ് അക്ഷരോന്നതി. ക്യാമ്പയിന്റെ ഭാഗമായി ജില്ലയിലെ തദ്ദേശ സ്ഥാപനങ്ങളിലും ജോയിന്റ് ഡയറക്ടർ ഓഫീസിലും പുസ്തകങ്ങൾ സ്വീകരിച്ചു. LSGD ഡെപ്യൂട്ടി ഡയറക്ടർ N. അഭിലേഷ്, അസിസ്റ്റന്റ് ഡയറക്ടർ DV സുഭാഷ്, സാക്ഷരതാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്റർ TV ശ്രീജൻ, സ്റ്റാഫ് അംഗങ്ങളായ PK സ്വപ്ന, U രജിത എന്നിവർ പങ്കെടുത്തു. പോർച്ചുഗലിൽ ഇടതുപക്ഷ പ്രസിഡന്റ് അധികാരത്തിൽ. 20 വർഷത്തിനു ശേഷം പോർച്ചുഗലിൽ ഇടതുപക്ഷ പ്രസിഡന്റ് അധികാരത്തിലെത്തി. രണ്ടാം വർഷ തെരഞ്ഞെടുപ്പിൽ തീവ്ര വലതുപക്ഷ നേതാവ് ആൻഡ്രോ വെഞ്ചുറയെ പിന്നിലാക്കി സോഷ്യലിസ്റ്റ് പാർട്ടി നേതാവ് ഓസോ ആന്റോണിയെ സെർഗോറിയോ വിജയിച്ചു. 99% വോട്ടുകൾ എണ്ണിക്കഴിഞ്ഞപ്പോൾ സെഗൂറോ 66% വോട്ടുകൾ നേടി. 31% വോട്ടുകൾ മാത്രമാണ് വെഞ്ചുറയ്ക്ക് ലഭിച്ചത്. മാർസെലോ റെബേലോ ഡി സൂസിയാണ് നിലവിൽ പ്രസിഡന്റ്. പോർച്ചുഗലിൽ ആഞ്ഞടിച്ച കൊടുങ്കാറ്റിനെ തുടർന്ന് 20 പ്രദേശങ്ങളിൽ വോട്ടെടുപ്പ് ഒരു ആഴ്ചത്തേക്ക് മാറ്റിവെച്ചിരുന്നു. പോർച്ചുഗലിലും വിദേശത്തുമുള്ള 11 ദശലക്ഷം വോട്ടർമാർ വോട്ട് രേഖപ്പെടുത്തി. യൂറോപ്യൻ യൂണിയൻ ചീഫ് ഉർസുല വോൺ, ഫ്രഞ്ച് പ്രസിഡന്റ് ഇമാനുവൽ മാക്രോൺ എന്നിവർ സെർഗോറിയെ അഭിനന്ദനവുമായി എത്തിയത്. കഴിഞ്ഞ മാസം നടന്ന ആദ്യവട്ട വോട്ടെടുപ്പിൽ സെർഗോ 30% വോട്ട് നേടി ഒന്നാമതെത്തിയിരുന്നു. വെഞ്ചുറ രണ്ടാം സ്ഥാനത്തെത്തി. 40 വർഷത്തിനിടെ ആദ്യമായാണ് പോർച്ചുഗൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് രണ്ടാം റൗണ്ടിലേക്ക് നീണ്ടത്. മോദി സർക്കാരിന്റെ തൊഴിലാളി വിരുദ്ധ ജനദ്രോഹ നയങ്ങൾക്കെതിരെ ഫെബ്രുവരി 12-ന് ദേശീയ പണിമുടക്ക് വിജയിപ്പിക്കാൻ വേണ്ടി 8-9 തീയതികൾ നടത്തിയ എടക്കാട് ഏരിയ ട്രേഡ് യൂണിയൻ സംയുക്ത പ്രചരണ ജാഥ മുണ്ടിയാട് സമാപിച്ചു. ലേബർ കോഡ് പിൻവലിക്കുക, മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതി പുനഃസ്ഥാപിക്കുക, വൈദ്യുതി ബിൽ നടപ്പിലാക്കരുത്, സ്കീം വർക്കേഴ്സിനെ തൊഴിലാളികളായി അംഗീകരിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് ട്രേഡ് യൂണിയൻ സംയുക്ത സമിതിയുടെ നേതൃത്വത്തിൽ നടത്തുന്ന 12-ന്റെ ദേശീയ പണിമുടക്ക് പ്രചാരണ വാഹന ജാഥ മുണ്ടിയാട് സമാപിച്ചു. CIT ജില്ലാ സെക്രട്ടറി K. അശോകൻ ജാഥ ലീഡറും CIT എടക്കാടും ഏരിയ പ്രസിഡന്റ് ഗിരി മാനേജറുമായ ജാഥ പെർളശ്ശേരിയിൽ നിന്നും ഉദ്ഘാടനം ചെയ്ത് വെള്ളച്ചാൽ, 3 പെരിയ, 3-ാം പാലം, കാടാച്ചിറ, എടക്കാട്, മുഴപ്പിലങ്ങാട്, കുടക്കടവ്, തോട്ടട, കുറുവ, താഴെചൊവ്വ എന്നിവിടങ്ങളിൽ സ്വീകരണം ഏറ്റുവാങ്ങി മുണ്ടിയാട് സമാപിച്ചു. ജാഥ അംഗങ്ങൾ K. ഗിരീശൻ, K. ജയരാജൻ, P. അനൂപ്, ഷോജിത സ, മഹീന്ദ്രൻ, പ്രശോഭ് റിയാസ്, ഉമലിൽ ദീപ എന്നിവർ ജാഥ സ്വീകരണ കേന്ദ്രങ്ങളിൽ സംസാരിച്ചു. മുണ്ടിയാട് ചേർന്ന സമാപന യോഗത്തിൽ MK ഉമേഷ് ബാബു സ്വാഗതം പറഞ്ഞു. K. അശോകൻ, K. അനിരുദ്ധൻ, K. ഗിരീശൻ, K. ജയരാജൻ, A. പ്രേമരാജൻ, A. മഹീന്ദ്രൻ എന്നിവർ സംസാരിച്ചു.